ഹോ, എനിക്ക് തലവേദനയുണ്ട്, വയറുവേദന, പുറം വേദന, പല്ലുവേദന, പനി, കാൽവേദന, ഇങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളെക്കുറിച്ച് ഒരു തെറ്റും കൂടാതെ വളരെ വ്യക്തമായിട്ട് എങ്ങനെ പറയാം എന്നുള്ളത് പലർക്കും സംശയമുണ്ട്, ഇല്ലേ? ഉണ്ട്. ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീരും. അപ്പോൾ നമ്മൾ തുടങ്ങാം. തലവേദന. തലവേദനക്ക് എന്താ പറയാന്നറിയോ? എ ഹെഡ് ഏക്ക്. ഹെഡ് ഏക്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എ ചേർത്ത് പറയാം. എ ഹെഡ് ഏക്ക്. ഇങ്ങനെ പറയാം, എ ഹെഡ് ഏക്ക്. എ നിർബന്ധമാണ്. എന്താ കാരണം അറിയോ? എ ചേർക്കൽ നിർബന്ധമാണ്. കാരണം കോമൺ ഡിസീസസ് എന്ന് വെച്ചാൽ സാധാരണയുള്ള അസുഖങ്ങളില്ലേ, എല്ലാവർക്കും സംഭവിക്കുന്ന സാധാരണയുള്ള അസുഖങ്ങളുടെ കൂടെ ചേർത്ത് പറയാം, എ ചേർത്ത് പറയാം. അപ്പോൾ തലവേദന എന്ന് പറയാം എ ഹെഡ് ഏക്ക്. എ ഹെഡ് ഏക്ക്. എനിക്ക് തലവേദന ഉണ്ട് എന്ന് പറയണം. എനിക്ക് തലവേദന ഉണ്ട് എങ്ങനെ പറയാം? ഐ ഹാവ് എ ഹെഡ് ഏക്ക്. ഐ ഹാവ് എ ഹെഡ് ഏക്ക്. അവിടെ നിങ്ങൾ ഈസ് ആം ആർ ചേർക്കരുത്. ഇപ്പൊ ഇങ്ങനെ പറയാറുണ്ടല്ലോ മലയാളത്തിലെ, അവനക്ക് തലവേദനയാണ്, അവന് തലവേദനയാണ് എന്ന് പറയാറില്ലേ? അപ്പൊ ആണ് എന്നുള്ള അർത്ഥത്തിന് ഈസ് ആം ആർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവിടെ എന്ത് ചെയ്യരുത്? ഐ ആം പറയരുത്. ഐ ആം എ ഹെഡ് ഏക്ക്. ഞാനൊരു തലവേദനയാണ്. അല്ല, അത് ശരിയായിരിക്കാം. നാട്ടുകാർക്ക് നിങ്ങളൊരു തലവേദന ആയിരിക്കാം. ഐ ആം എ ഹെഡ് ഏക്ക്. ഞാനൊരു തലവേദനയാണ്. അപ്പൊ നമ്മൾ അസുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ ഈസ് ആം ആർ അല്ല ഉപയോഗിക്കുക, അവിടെ ഹാവ് ആണ് ഉപയോഗിക്കുക. ഐ ഹാവ് എ ഹെഡ് ഏക്ക്, അതാണ് കറക്റ്റ്. ഐ ഹാവ് എ ഹെഡ് ഏക്ക്. എനിക്ക് തലവേദനയുണ്ട്. അയാൾ പറഞ്ഞാലോ ഞാനൊരു തലവേദനയാണ് നാട്ടുകാർക്ക്. ഞാനൊരു തലവേദനയാണെന്നായി. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിന് പാസ്റ്റ് എങ്ങനെ പറയാം? നിങ്ങൾ ഇന്നലെ വന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഇന്നലെ വന്നില്ലല്ലോ. വൈ വേർ യു ആബ്സെന്റ് യെസ്റ്റർഡേ? വൈ വേർ യു ആബ്സെന്റ് യെസ്റ്റർഡേ? ഇന്നലെ നിങ്ങൾ എന്തുകൊണ്ട് ആബ്സെന്റ് ആയിരുന്നു? അപ്പോൾ നമ്മൾ ഐ ഹാവ് അല്ല ഉപയോഗിക്കുക, അവിടെ പാസ്റ്റ് ഉപയോഗിക്കേണ്ടി വരും. എന്താണ്? ഐ ഹാഡ് എ ഹെഡ് ഏക്ക്. ഐ ഹാഡ് എ ഹെഡ് ഏക്ക്. ഇന്നലെ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു എന്നായി. ഇനി ഷീ ആണെങ്കിലോ, അവൾക്ക് തലവേദന ഉണ്ട് എന്നൊക്കെ പറയാം. ഷീ ഹാവ് അല്ല, ഷീ ഹാസ്. ഷീ ഹാസ് എ ഹെഡ് ഏക്ക്. ഷീ ഹാസ് എ ഹെഡ് ഏക്ക്. അവൾക്കൊരു തലവേദന ഉണ്ട്, അവൾക്ക് തലവേദന ഉണ്ട്. അവിടെ ഹാസിന് പകരം ഈസ് പറയരുത്. അങ്ങനെ പറയാലോ, അവൾക്ക് തലവേദനയാണ്, ആണ് നമ്മൾ പറയാറുണ്ടോ മലയാളത്തിൽ. അപ്പോൾ ഈസ് എമാർ ആണല്ലോ. ഷീ ഈസ് എ ഹെഡ് ഏക്ക്. അവൾ ഒരു തലവേദനയായി, അവൾ ഒരു തലവേദനയാണെന്നായി. അപ്പോൾ അത് റോങ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? അസുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഹാവ് ഹാസ് ഉപയോഗിക്കാം. ഓക്കെ, അടുത്താണ് പല്ലുവേദന. എന്താ പറയുക? പല്ലുവേദന. പല്ലുവേദന ടൂത്ത് ഏക്ക്. എന്താ പറയാ? എ ടൂത്ത് ഏക്ക്. എ ചേർത്ത് പറയാം. എ ടൂത്ത് ഏക്ക്. എ ടൂത്ത് ഏക്ക്. ഐ ഹാവ് എ ടൂത്ത് ഏക്ക്. എനിക്ക് പല്ലുവേദനയുണ്ട്. ഷീ ഹാസ് എ ടൂത്ത് ഏക്ക്. അവൾക്ക് പല്ലുവേദനയുണ്ട്. ഇനി നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടോ എന്ന് ചോദിക്കല. എങ്ങനെ ഉണ്ടോ ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡു ആദ്യം ചേർക്കുക. ഡു യു ഹാവ്, എക്സ്ക്യൂസ് മീ, ഡു യു ഹാവ് ടൂത്ത് ഏക്ക്? നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടോ? ഡു യു ഹാവ്? ഓക്കെ, ഇനി അടുത്താണ് പാസ്റ്റ് ആണെങ്കിലോ ഐ ഹാഡ് പറയാം. ഐ ഹാഡ് എ ടൂത്ത് ഏക്ക്. ഷീ ഹാഡ് എ ടൂത്ത് ഏക്ക് അല്ലേ? അടുത്താണ് വയറുവേദന. എന്ന് പറയാ വയറുവേദന എ സ്റ്റൊമക് ഏക്ക്. എ സ്റ്റൊമക് ഏക്ക് ഉണ്ടോ? എ സ്റ്റൊമക് ഏക്ക്. ഐ ഹാവ് എ സ്റ്റൊമക് ഏക്ക്. എനിക്ക് വയറുവേദന ഉണ്ട്. അയാന്ന് പറയുന്നത് ഹാവ് ആണ്. ഷീ ഹാസ് എ സ്റ്റൊമക് ഏക്ക്. ഹി ഹാസ് എ സ്റ്റൊമക് ഏക്ക്. അടുത്താണ് പുറം വേദന. പുറം വേദന എന്ന് പറയുന്നല്ലോ എ ബാക്ക് ഏക്ക്. എ ബാക്ക് ഏക്ക്. ഐ ഹാവ് എ ബാക്ക് ഏക്ക്. ഐ ഹാവ് എ ബാക്ക് ഏക്ക്. ഇവിടെ ഉണ്ടോ? ഇവിടെ എ ചേർത്ത് പറയണം, മറക്കരുത്. ചേർത്തില്ലെങ്കിൽ തെറ്റാണ്, അങ്ങനെ പറയാറില്ല. ഓക്കെ, കാരണം സാധാരണ അസുഖങ്ങളുടെ മുന്നേ ചേർത്ത് പറയണം. അടുത്താണ് ചെവി വേദന. എന്താ പറയാ? അവിടെ ഉണ്ടോ? ആൻ ഇയർ ഏക്ക്. ആൻ ഇയർ ഏക്ക്. ഐ ഹാവ് ആൻ ഇയർ ഏക്ക്. ഷീ ഹാസ് ആൻ ഇയർ ഏക്ക്. ഇന്നലെ നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല? അപ്പോൾ നിങ്ങൾ പറയാണ് യെസ്റ്റർഡേ ഐ ഹാഡ് വരണം. യെസ്റ്റർഡേ ഐ ഹാഡ് ആൻ ഇയർ ഏക്ക്. ഇന്നലെ എനിക്ക് ചെവിവേദന ഉണ്ടായിരുന്നു. അടുത്താണ് തൊണ്ടവേദന. എന്താ പറയുക തൊണ്ടവേദനക്ക്? എ സോർ ത്രോട്ട്. എന്താ പറയാ? എ സോർ ത്രോട്ട്. സോർ വേദന. എ സോർ ത്രോട്ട് തൊണ്ടവേദന. ഐ ഹാവ് എ സോർ ത്രോട്ട്.
അപ്പം എനിക്കുണ്ടെന്ന് അർത്ഥം. യെസ്റ്റർഡേ ഐ ഹാഡ് എ സോർ ത്രോട്ട്. ഇന്നലെ എനിക്കൊരു തൊണ്ടവേദന ഉണ്ടായിരുന്നു. അടുത്താണ് ജലദോഷം. എന്താണ് ജലദോഷം? എന്താ പറയുക? എ കോൾഡ്. എ കോൾഡ്. ഐ ഹാവ് എ കോൾഡ്. ഷീ ഹാസ് എ കോൾഡ്. അവൾ ഇന്ന് വരില്ല. ഷീ വിൽ നോട്ട് കം ടുഡേ ബിക്കോസ് ഷീ ഹാസ് എ കോൾഡ്. അടുത്താണ് കഫ്. എന്താണ് കഫ്? എ കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ. ചുമക്കെന്ന് പറയാം എ കഫ്. ഐ ഹാവ് എ കഫ്. എനിക്ക് ചുമയുണ്ട്. ഷീ ഹാസ് എ കഫ്. അവൾക്ക് ചുമയുണ്ട്. എക്സ്ക്യൂസ് മീ, ഡു യു ഹാവ് എ കഫ്? ഡു യു ഹാവ് എ കഫ്? നിങ്ങൾക്ക് ചുമയുണ്ടോ? യെസ്, ഐ ഹാവ്. അടുത്താണ് പനി. പനിക്ക് എന്താ പറയാ? എ ഫീവർ. ഇവിടെ എ ചേർത്ത് പറയണം, മറക്കരുത്. കാരണം ഫീവർ, പനിയൊക്കെ സാധാരണ ഉള്ള അസുഖങ്ങളല്ലേ. അപ്പോൾ എ ചേർത്ത് പറയാം. ഐ ഹാവ് എ ഫീവർ. എനിക്ക് പനിയുണ്ട്. യെസ്റ്റർഡേ ഐ ഹാഡ് എ ഫീവർ. ഇന്നലെ എനിക്ക് പനി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും ഈസ്, ആം, ആർ ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ തെറ്റാണ്. ഇനി അടുത്താണ് എന്ത്? ഇവിടെ ഉണ്ടോ മൂക്കൊലിപ്പ്. എന്താണ് മൂക്കൊലിപ്പ്? മൂക്കൊലിപ്പ് എന്ന് പറയുന്നത് എ റണ്ണിങ് നോസ് എന്ന് പറയാം. എ റണ്ണിങ് നോസ്. അപ്പോൾ പറയാം ഐ ഹാവ് എ റണ്ണിങ് നോസ്. ഐ ഹാവ് എ റണ്ണിങ് നോസ്. എനിക്ക് മൂക്കൊലിപ്പ് ഉണ്ട് എന്നായി. അല്ലാതെ അവിടെ ഹാവിന് പകരം എ പറയരുത്. ഐ ആം എ റണ്ണിങ് നോസ്. ഞാനൊരു മൂക്കൊലിപ്പാണ്. എന്താണ്? ഞാനൊരു മൂക്കൊലിപ്പാണ്. താങ്ക് യു. തീർച്ചയായിട്ടും ഇവിടെ ആം പറയരുത്. എന്താണ്? ഹാവ് പറയണം. ഇനി അടുത്ത് നോക്കാം. യെസ്, അടുത്താണ് മൂക്കടപ്പ്. ഇതൊക്കെ സാധാരണ അസുഖങ്ങളാണ്. മൂക്കടപ്പാണ്. പറയാം എ സ്റ്റഫി നോസ്. എ സ്റ്റഫി നോസ്. അപ്പോൾ പറയാം ഐ ഹാവ് എ സ്റ്റഫി നോസ്. ഐ ഹാവ് എ സ്റ്റഫി നോസ്. എനിക്ക് മൂക്കടപ്പുണ്ട്. അല്ലാതെ അവിടെ ഹാവിന് പകരം എന്ത് പറയരുത്? ആം പറയരുത്. ആണ് അല്ല ആകുന്നു എന്നുള്ളതിന് ഈസമാറാണല്ലോ. അപ്പം എന്തുകൊണ്ട് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്തുകൂടാ? പറയാൻ പാടില്ല. ഇവിടെ ഹാവാണ് ഉപയോഗിക്കുക അസുഖങ്ങൾ പറയുമ്പോൾ. അല്ലാതെ ഐ ആം എ സ്റ്റഫി നോസ്. ഞാനൊരു മൂക്കടപ്പാണ്. ഞാനൊരു മൂക്കടപ്പാണെന്നായി. സംശയമുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പം ഡു യു ഹാവ് എ സ്റ്റഫി നോസ്? നിങ്ങൾക്ക് മൂക്കടപ്പുണ്ടോ? അതേ ഉള്ളൂ. ഇനി അടുത്താണ് അലർജി. ആൻ അലർജി. ആൻ അലർജി. ഐ ഹാവ് ആൻ അലർജി. ഐ ഹാവ് ആൻ അലർജി. എനിക്ക് അലർജി ഉണ്ടെന്നായി. അടുത്താണ് പുണ്ണ്. വായ്പുണ്ണില്ലേ? ഐ ഹാവ് ആൻ അൾസർ എന്ന് പറയാം. ഐ ഹാവ് ആൻ അൾസർ. എനിക്ക് പുണ്ണുണ്ട്. ഇനി വയറിലാണല്ലോ പുണ്ണുള്ളത്. അപ്പോൾ പറയാം എ സ്റ്റൊമക് അൾസർ എന്ന് പറയാം. എ സ്റ്റൊമക് അൾസർ. ഐ ഹാവ് എ സ്റ്റൊമക് അൾസർ. ഷീ ഹാസ് എ സ്റ്റൊമക് അൾസർ. ഇനി അടുത്താണ് സാധാരണ അല്ലാത്ത അസുഖങ്ങളുണ്ടല്ലോ. അതിൻ്റെ കൂടെ നിങ്ങൾ എ ചേർക്കരുത്. എ അതുപോലെ എൻ ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ ക്യാൻസർ സാധാരണ അസുഖമാണോ? അല്ല. എന്ന് പറയാം ഐ ഹാവ് ക്യാൻസർ. അവിടെ ഒന്നും വേണം. ഐ ഹാവ് ക്യാൻസർ. എനിക്ക് ക്യാൻസർ ഉണ്ട്. ഷീ ഹാസ് ക്യാൻസർ. അവൾക്ക് ക്യാൻസർ ഉണ്ട്. ഹി ഹാസ് ക്യാൻസർ. അവന് ക്യാൻസർ ഉണ്ട്. മലേറിയ ഡെയിലി മലേറിയ അല്ലല്ലോ. അതൊരു സാധാരണ അസുഖങ്ങളല്ല. ഓക്കെ. അപ്പം എന്താ പറയുക? ഐ ഹാവ് മലേറിയ. ഷീ ഹാസ് മലേറിയ അങ്ങനെ പറയാം. ഡയബറ്റീസ്. ഷീ ഹാസ് ഡയബറ്റീസ്. ഐ ഹാവ് ഡയബറ്റീസ്. അല്ലാതെ അവിടെ ഹാവിന് പകരം ആം പറയരുത്. ഐ ആം ഡയബറ്റീസ്. ഞാൻ പ്രമേഹമാണ്. ഞാൻ പ്രമേഹമാണ്. സംശയമുണ്ടോ? പ്രമേഹമാണ്. ഞാൻ. അപ്പോൾ അവിടെ ഹാവിന് പകരം ആം ഉപയോഗിക്കരുത്. അടുത്താണ് ടൈഫോയിഡ്. എന്താണ് ടൈഫോയിഡ്? എനിക്ക് ടൈഫോയിഡ് ഉണ്ട്. ഐ ഹാവ് ടൈഫോയിഡ് എന്ന് പറയണം. ഓക്കെ. അതുപോലെ ലെഗ് പെയിൻ ആണല്ലോ. പെയിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. എന്താ പറയുക? കാൽവേദന പറയാം. കാൽവേദന ഐ ഹാവ് ലെഗ് പെയിൻ. ഐ ഹാവ് ലെഗ് പെയിൻ. അതുപോലെ കഴുത്ത് വേദന എന്ന് പറയാം. ഐ ഹാവ് നെക്ക് പെയിൻ. ഐ ഹാവ് നെക്ക് പെയിൻ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ അസുഖങ്ങളെ കുറിച്ച് പറയേണ്ടി വരികയാണെങ്കിൽ ഒരു സംശയം കൂടാതെ വളരെ മനോഹരമായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കാം. ഇത് പറഞ്ഞാലേ വരുള്ളൂ. മനസ്സിലല്ലേ? പലർക്കും ഇതില്ല, എന്ത് ആ സമയത്ത് വരുന്നില്ല, ആ സ്പോട്ടിൽ ഇംഗ്ലീഷ് വരുന്നില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മൾ പറയാറില്ല. സാഹചര്യം വരും പറയണം.
നിങ്ങൾ ആബ്സെൻ്റ് ആയി പറയാം. യെസ്റ്റർഡേ ഐ ഹാഡ് എ ഹെഡ് ഏക്ക്, ദാറ്റ്സ് വൈ ഐ വാസ് ആബ്സെൻറ്റ്. അങ്ങനെ നമ്മൾ പറഞ്ഞ് ശീലിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അതാണ് ആദ്യത്തെ പേജ്. ഇതാ, ഓക്കെ, എടുത്തോളൂ. യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഓക്കെ, ഇതിനെടുത്തല്ലോ. ഇനി അടുത്ത പേജിൻ്റെ എടുത്തോളൂ. ഇതാ, ഹിയർ യു ആർ, യു ക്യാൻ ടേക്ക്. ഓക്കെ, 2 പേജുകളുടെയും സ്ക്രീൻഷോട്ട് എടുത്തു. ഇനി നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. താങ്ക് യു എവരിവൺ.